ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകളെ, പരീക്ഷയൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ എക്സാം റിസൾട്ടിനെ കുറിച്ചും വാല്യൂഷനെ കുറിച്ചും ഇപ്പോഴേ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റുകൾ രേഖപ്പെടുത്തുകയുണ്ടായി, എങ്ങനെയായിരിക്കും വാല്യൂഷൻ, ടഫ് ആക്കുമോ, അതിന്റെ ബാക്കി വശങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് PDF തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF കോപ്പി വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. പക്ഷേ അതിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഞാൻ ഈ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വരെ കേരളത്തിലെ SLC +1 +2 വാല്യൂഷൻ സെന്ററുകളിൽ നിന്ന് അധ്യാപകർ പങ്കുവച്ചിട്ടുള്ളതും സാധാരണ നടന്നു വന്നിട്ടുള്ളതായിട്ടുള്ള പ്രൊസീജിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അത് തന്നെയായിരിക്കും ഈ വർഷവും ഉണ്ടാവുക. കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉപയോഗിച്ചത് വിദ്യാർത്ഥി സൗഹൃദപരമാക്കുക എന്നത് മാത്രമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എക്സാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് SLC +1 +2 എക്സാം ഫിനിഷ് ചെയ്യുന്നു. എന്നിട്ട് ആഫ്റ്റർ SLC +2 എക്സാം മാർച്ചിൽ കഴിയുന്നതോടുകൂടി ആ പേപ്പറുകളെല്ലാം കൃത്യമായിട്ട് വാല്യൂഷൻ സെന്ററുകളിലേക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള വാല്യൂഷൻ സെന്ററുകളിലേക്ക് എത്തിക്കുക എന്നതാണ്. എന്നിട്ട് ഈ വാല്യൂഷനുമായി ബന്ധപ്പെട്ട അധ്യാപകരെ നിർണ്ണയിക്കുകയും റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് iExams എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ്. അവിടെ അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിനോടകം തന്നെ വിളിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് കൃത്യമായിട്ട് വാല്യൂഷൻ സെന്ററുകളിൽ അധ്യാപകരെ വിനിയോഗിക്കും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്നത് കേരളത്തിനകത്ത് തന്നെ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു അധ്യാപകനായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ പഠിപ്പിക്കുന്ന സ്വന്തം അധ്യാപകനായിരിക്കില്ല. അതായത് കൈയക്ഷരം കണ്ടിട്ട് ഞാൻ പഠിപ്പിച്ച ഇന്ന കുട്ടിയാണല്ലോ, അങ്ങനത്തെ ഒരു ഇതല്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആകെയുള്ളത് നിങ്ങളുടെ രജിസ്ട്രേഷൻ റോൾ നമ്പർ മാത്രമാണ്. അത് വെച്ചിട്ടായിരിക്കും. എന്നിട്ടാണ് എങ്ങനെയാണ് സെൻട്രലൈസ്ഡ് വാല്യൂഷൻ പ്രൊസീജിയർ ആണ് ഇതിൽ വരുന്നത്. അതായത് ഏപ്രിൽ 7 എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. അതിൽ മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം ഒന്ന് ഇലക്ഷനാണ്, മറ്റൊന്ന് ഈ UAE ഉൾപ്പെടെയുള്ള ഈ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ വന്നിരിക്കുന്ന ചെറിയ ഡിലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ SLC വാല്യൂഷൻ എന്ന് പറയുന്നതും പരീക്ഷാ ഭവന്റെ കീഴിലും മറ്റത് ഹയർ സെക്കൻഡറി വാല്യൂഷൻ DHSEയുടെ ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ കീഴിലുമാണ്. 70+ ക്യാമ്പുകളാണ്, 70-ലധികം ക്യാമ്പുകളാണ് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ അനുസരിച്ച് നമുക്കുള്ളത്. അതുപോലെ തന്നെ 75-ലധികം ക്യാമ്പുകളാണ് +2 ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ 1000-ലധികം ടീച്ചർമാർ പല ക്യാമ്പുകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നിങ്ങളുടെ പേപ്പറുകൾ, നിങ്ങളുടെ ആൻസർ ഷീറ്റുകൾ എന്ത് ചെയ്യും, വാല്യൂട്ട് ചെയ്യും. എന്നിട്ട് ടീച്ചർമാരുടെ സെലക്ഷൻ ആണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി iExams എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഒഫീഷ്യൽ ആൻസർ കീയും മാർക്കിംഗ് സ്കീമും ഇപ്പോൾ ഓൾറെഡി അവരുടെ കയ്യിലുണ്ടാകും. അതിനെ കുറച്ചുകൂടി വിപുലീകരിക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഡയറക്റ്റ് വാല്യൂഷനിലേക്ക് പോവുകയല്ല. ഈ വാല്യൂഷൻ ക്യാമ്പുകളുടെ തുടക്കത്തിൽ ഓറിയന്റേഷൻ അഥവാ ട്രെയിനിങ് ഉണ്ടാകും. എന്തൊക്കെയാണ്? കറക്ഷൻ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പേപ്പർ നോക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഓരോ വാല്യൂഷൻ ക്യാമ്പിലെയും പ്രധാന ഇൻവിജിലേറ്റർ, മെയിൻ ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഈ പേപ്പർ നോക്കുന്നതിന് മുമ്പ് നൽകുന്ന ഒരു പ്രൊസീജിയറാണ്. ആൻസർ സ്ക്രിപ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ആൻസർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ കീ തന്നെയാണ്. എങ്ങനെയായിരിക്കും? ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായിരിക്കും. അതായത് ആൻസർ കീയിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്പറിന്റെയും നേരെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉണ്ടാകേണ്ട ഫിഗേഴ്സ്. ഇനി വലിയൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹിന്റുകൾ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആ ഹിന്റുകളുടെ എല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആൻസർ സ്ക്രിപ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ആക്ച്വൽ വാല്യൂഷൻ. ആക്ച്വൽ വാല്യൂഷൻ തുടങ്ങിയാണ് അവരവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ആൻസർ ഷീറ്റുകൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ തന്നിരിക്കുന്ന ഹിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ വാല്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവർ മാർക്കുകൾ ഇട്ട് പോവും. ഏറ്റവും ഫ്രണ്ടിൽ ഒരു കോളം ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. ആ മാർക്കുകൾ ഇതിലേക്ക് നോക്കിയിട്ട് കാൽക്കുലേഷൻ പ്രൊസീജിയർ ആണ്. ചില എന്തെങ്കിലും ക്വസ്റ്റ്യന്റെ രീതിയിലോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആൻസർ എഴുതിയ രീതിയിലോ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതേ പേപ്പർ തന്നെ 1-2 ടീച്ചർമാർ സാധാരണ നോക്കുന്നുണ്ട്. ഇനി ഡബിൾ വാല്യൂഷൻ എന്ന് പറയുന്നത് +1 +2 വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്നത് 2 എക്സാമിനേഴ്സ് ആണ് നിങ്ങൾ വാല്യൂട്ട് ചെയ്യുന്നത്. അതായത് 2 ടീച്ചർമാർ സെപ്പറേറ്റ് ആയിട്ട് നോക്കും. ആ 2 ടീച്ചർമാർ നോക്കിയിട്ട് മാർക്കുകൾ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആണ് എങ്കിൽ അത് മൂന്നാമത് ഒരു വ്യക്തിയും കൂടി ഫർദർ എക്സാമിനേഷൻ ചെയ്യുമെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ല എങ്കിൽ ആ മാർക്കുകളുടെ ആവറേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ മാർക്ക് എന്ന രീതിയിൽ തന്നെ ഡബിൾ വാല്യൂഷൻ സാധാരണ എടുക്കാറുണ്ട്, വലിയ പ്രശ്നങ്ങളില്ല എങ്കിൽ.
അതിനുശേഷം വീണ്ടും ഈ പറയുന്ന പോലെ മിസ്സിംഗ് മാർക്കോ അല്ലെങ്കിൽ ഈ അവസാനം കൂട്ടിയതിലോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നറിയാൻ വീണ്ടും റാൻഡം ചെക്കിങ്ങും സ്ക്രൂട്ടിനിയും, അതായത് സൂക്ഷ്മ പരിശോധന, അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം വിദ്യാർത്ഥികളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുത്ത മാർക്ക് കുറയുകയോ കൂടുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അധ്യാപകർ ഈ കൃത്യമായിട്ട് മാർക്കിട്ടതിന് ശേഷം ഈ പ്രൊസീജിയർ എല്ലാം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ദെൻ ഈ വരുന്ന മാർക്കുകൾ അതാത് രജിസ്റ്റർ നമ്പറിന്റെ കീഴിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ടാബുലേഷൻ പ്രൊസീജിയേഴ്സും റിസൾട്ട് അപ്ലോഡ് ചെയ്യുക. നമ്മൾ പല സൈറ്റുകൾ വഴിയും വെബ്സൈറ്റുകൾ വഴിയുമാണ് നമ്മുടെ റിസൾട്ടുകൾ, നമ്മുടെ മാർക്കുകളൊക്കെ അറിയുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഗ്രേസ് മാർക്കിങ്ങിന്റെ കാര്യവും ടാബുലേഷൻ പ്രൊസീജിയറിലാണ് അവർ ഫൈനലൈസ് ചെയ്യുന്നത്. സോ അതിന്റെ മാർക്സ് അപ്ലോഡിങ്ങും ദെൻ അവസാനം റിസൾട്ട് പ്രിപ്പറേഷനുമാണ്. ദെൻ അതിന്റെ മാർക്സും ഗ്രേഡും ഒക്കെ ഉണ്ട്. ദെൻ റിസൾട്ട് അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് അതിന്റെ എന്താണ് റിസൾട്ട് വരുന്നു ഒഫീഷ്യൽ സൈറ്റ് വഴി. ഇത് ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ, നമ്മുടെ സ്കൂൾ അധികൃതർക്ക്, നമ്മുടെ കേരളത്തിനൊട്ടാകെ അവൈലബിൾ ആക്കുന്നു എന്നുള്ളതാണ്. ദെൻ റീവാലുവേഷൻസ് ഓപ്ഷൻസ് ഉണ്ട്, പല വിധത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്ലസ് ടു കാർക്കാണെങ്കിൽ സേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ രീതിയിലുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ ആണ് നിങ്ങളുടെ അധ്യാപകർ മുഖേന ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ നന്നായിട്ട് വെക്കേഷനൊക്കെ ആസ്വദിക്കുമ്പോൾ അണിയറയിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷമാണ് നിങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വളരെയധികം എഫർട്ട് ഇട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. തൽക്കാലം നിർത്തുന്നു. ബൈ.